ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് റെഗുലേഷൻസിലത്തെ കമ്പനി മീറ്റിംഗ് ആൻഡ് വൈൻഡിങ് അപ്പ് എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കമ്പനി മീറ്റിംഗ് എന്താണെന്നും അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൈൻഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പായ മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ 3 സബ് ഡിവിഷൻ ഉണ്ട്. ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആൻഡ് ക്ലാസ് മീറ്റിംഗ്. അതിൽ ഒന്നാമത്തെ ടൈപ്പായ ആനുവൽ ജനറൽ മീറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കമ്പനിയുടെ നിർബന്ധമായിട്ടും ഒരു കൊല്ലത്തിൽ ഒരു തവണ കൂടേണ്ട ഒരു മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. അതിന് മെയിൻ എയിം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിലുള്ള മെമ്പേഴ്സിനെ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ബിസിനസ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരമാണ് നമ്മൾ ഈ AGM-ലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാം. ആ വ്യൂസൊക്കെ കൺസോളിഡേറ്റ് ചെയ്ത് അതിലൊരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് റിലേറ്റഡുള്ള പ്രൊവിഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബിസിനസ് ഓഫ് മീറ്റിംഗ് ആണ്. അതായത് ഒരു മീറ്റിങ്ങിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് ഉദ്ദേശിക്കുന്നത് മാറ്റേഴ്സ് ടു ബി ഡിസ്കസ്, അതിനെ വിളിക്കുന്നത് ഷോർട്ടായിട്ട് പറയുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് ഓഫ് ദി മീറ്റിംഗ്. ഫസ്റ്റ് വൺ ഈസ് general or ordinary business. The business transacted in the annual general meeting in the normal course by passing an ordinary resolution is known as ordinary business. അതായത് ഒരു ആനുവൽ ജനറൽ മീറ്റിങ്ങിലെ സാധാരണ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനമാവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജനറൽ ഓർ ഓർഡിനറി ബിസിനസ്. ഓക്കെ, അതായത് ദ ബിസിനസ് ട്രാൻസാക്റ്റഡ് ഇൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ഇൻ ദ നോർമൽ കോഴ്സ് ബൈ പാസിംഗ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ. സാധാരണ രീതിയിൽ സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല. സാധാരണ രീതിയിൽ ഒരു മീറ്റിംഗ് നടന്ന് ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനമാക്കിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ജനറൽ ഓർ ഓർഡിനറി business. Okay, the business transacted in the annual general meeting in the normal course. സാധാരണ രീതിയിൽ ഞാൻ ഒന്നും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നടന്നിട്ടില്ല. ബൈ പാസിംഗ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ, അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ഒന്നും പാസ്സാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി അതിനെ വിളിക്കുന്ന പേരാണ് ജനറൽ ഓർ ഓർഡിനറി ബിസിനസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് ഇതിൽ വരാനുള്ളത്? പ്രസൻറ്റേഷൻ ഓഫ് ആനുവൽ അക്കൗണ്ട്സ്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കൊല്ലത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പാസ്സാക്കുന്നത് അതൊരു ജനറൽ ബിസിനസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ദെൻ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്, നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഇത്ര പെർസെൻറ്റേജ് ഡിവിഡൻഡ്, ലാഭത്തിന് ഇത്ര ശതമാനം നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു, അത് ഡിക്ലെയർ ചെയ്യേണ്ടത് അത് ഇതുപോലത്തെ ഒരു ജനറൽ ബിസിനസ്സാണ്. റിട്ടയർമെൻറ്റ് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ ഓഡിറ്റേഴ്സ്, അതുപോലെ പുതിയ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് പഴയ ഓഡിറ്റേഴ്സിന് റിട്ടയർമെൻറ്റും പുതിയ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യലും അതും ഒരു നോർമൽ അല്ലെങ്കിൽ ഓർഡിനറി ബിസിനസ് ആണ്. റിട്ടയർമെൻറ്റ് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ ഡയറക്ടേഴ്സ്, അതുപോലെ ചില ഡയറക്ടേഴ്സ് റിട്ടയർ ചെയ്ത് പോകും, അതിന് പകരം പുതിയ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യലും അതും ഒരു ജനറൽ ഓർ ഓർഡിനറി ബിസിനസ്സാണ്. അപ്പോൾ ഇങ്ങനെ മെയിനായിട്ടും 4 കാര്യങ്ങളാണ് ഈ കാറ്റഗറിയിൽ വരാറ്. ഒന്ന്, ആ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രസൻറ്റേഷൻ. ദെൻ ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നും എത്ര പെർസെൻറ്റേജ് ഇക്വിറ്റി ഡിവിഡൻഡായിട്ട് കൊടുക്കണമെന്ന് തീരുമാനിക്കണം. ന്യൂ ഓഡിറ്റേഴ്സിൻ്റെ ഓൾറെഡി ഉള്ള ഓഡിറ്റേഴ്സിൻ്റെ റിട്ടയർമെൻറ്റും പുതിയ ഓഡിറ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റും, അതുപോലെ തന്നെ ഉള്ള ഡയറക്ടേഴ്സിൻ്റെ റിട്ടയർമെൻറ്റും പുതിയ ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റും. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ അതിനൊരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട ആവശ്യമുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് ജനറൽ ഓർ ഓർഡിനറി ബിസിനസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്പെഷ്യൽ ബിസിനസ്. അപ്പോൾ ജനറൽ കഴിഞ്ഞു, അടുത്ത് എന്തായിരിക്കും സ്പെഷ്യൽ. എനി ബിസിനസ് ടു ബി transacted other than the ordinary business in an annual general meeting is called a special business. നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ലാണ്ട് വേറെ ഏതെങ്കിലും കാര്യങ്ങളാണ് അവിടെ തീരുമാനമായി എന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ ബിസിനസ്. എനി ബിസിനസ് ടു ബി transacted other than the ordinary business in an annual general meeting is called special business. നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ നോർമലായിട്ട് വലിയ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഒന്നും പാസ്സാക്കാണ്ട് നമ്മൾ പല കാര്യങ്ങളും തീരുമാനം എടുത്തു. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മീറ്റിങ്ങിൽ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ ബിസിനസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എന്താ വരും? റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്. നമ്മൾ എന്താ പറയുന്നത്? റിട്ടയർമെൻ്റ് ആണ്. ആൾക്ക് ഏജ് ആയി, അപ്പോൾ അയാൾ റിട്ടയർമെൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആളുടെ പീരീഡ് ആയി, അപ്പോൾ ആൾ റിട്ടയർമെൻറ്റ് പീരീഡ് കഴിഞ്ഞു, ടേം കഴിഞ്ഞു, അപ്പോൾ ആൾ റിട്ടയർമെൻറ്റ്. ഇവിടെ എന്താണ് റിമൂവൽ? റിമൂവലും റിട്ടയർമെൻറ്റും വ്യത്യാസമുണ്ട്. റിമൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
അയാൾ എന്തെങ്കിലും മാൾ പ്രാക്ടീസസോ അല്ലെങ്കിൽ അൺഎത്തിക്കലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാൾ അവിടുന്ന് ഒഴിവാക്കാം. അതാണ് റിമൂവൽ എന്ന് പറയുന്നത്. അത് ഏതാണ്? അത് സ്പെഷ്യൽ കേസാണ്, നോർമൽ കേസ് അല്ല ഈ റിമൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിൽ വരും. ഇഷ്യൂ ഓഫ് റൈറ്റ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൈറ്റ് ഇഷ്യൂ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ്ങിൽ. അങ്ങനെ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു നോർമൽ കേസ് അല്ല, സ്പെഷ്യൽ കേസാണ്. അപ്പോൾ നമ്മൾ അതിന് സ്പെഷ്യൽ ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിലും അതും ഒരു സ്പെഷ്യൽ കേസാണ്. ഇലക്ഷൻ ഓഫ് ഡയറക്ടേഴ്സ്, പുതിയ ഡയറക്ടേഴ്സ് ഇലക്ട് ചെയ്യലും ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കേസസ് ആണ്. അപ്പോൾ അതാണ് സ്പെഷ്യൽ ബിസിനസ്സിൽ വരുന്നത്. നേരത്തെ പഠിച്ച ജനറലിൻ്റെ അണ്ടറിൽ വരാത്ത എല്ലാ കേസസും ഇതിൽ വരും, സ്പെഷ്യലിൽ വരും. അവിടെയാണെങ്കിൽ നമ്മൾ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. ഇവിടെ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ തന്നെ പാസ്സാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ ജനറലിൻ്റെ അണ്ടറിൽ വരാത്ത എല്ലാ കാര്യങ്ങളും എവിടെ വരും? ഈ സ്പെഷ്യലിൻ്റെ അണ്ടറിൽ വരും. അപ്പോൾ ഇങ്ങനെ മെയിനായിട്ടും 2 ടൈപ്പ് ഓഫ് ബിസിനസ്സുകളാണ് ഒരു ആനുവൽ ജനറൽ മീറ്റിംഗിൽ ഉണ്ടാവുക, ജനറൽ ബിസിനസ്സും സ്പെഷ്യൽ ബിസിനസ്സും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പർപ്പസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പഠിക്കാൻ പോണത്. First one is it gives an opportunity to the members to review the working of the company and to express their views on the management of the company's affairs. അത് ഒരു അവസരം കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോയിന്റ് വീണ്ടും പറയുന്നുണ്ട്. ആ കമ്പനിയുടെ മാനേജ്മെന്റിനെ കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യാനും അതിൽക്ക് അവർക്ക് എന്തെങ്കിലും ഡിസൊപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനും ഒരു അവസരമാണ് ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ചില ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, നമ്മുടെ ക്യാഷ് അതിൽ കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി പിന്നെ ആ വർഷത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അത് നല്ലൊരു ഹാബിറ്റ് അല്ല. നമ്മുടെ ഫണ്ട് എവിടെയാണോ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ കമ്പനിയിൽ പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് നടക്കണില്ലേ, പ്രോപ്പറായിട്ട് ബിസിനസ് നടക്കണില്ലേ, ആ ബിസിനസ് ലാഭകരമായിട്ടെല്ലാം മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചൊരു റിവ്യൂ നടത്തുക. ആ റിവ്യൂ നടത്തി കഴിഞ്ഞതിന് ശേഷം ആ ആക്ടിവിറ്റിയിൽ അവർക്ക് എന്തെങ്കിലും ഡിസൊപ്പീനിയൻ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് ഒരഭിപ്രായം പറയാനായിട്ട് ഇതിൽ പറ്റും, ആനുവൽ ജനറൽ മീറ്റിംഗിൽ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. Then annual accounts of the company are presented at this meeting. അതുപോലെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്യും. എന്തായാലും ആനുവൽ ജനറൽ മീറ്റിംഗിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു പ്രോസസ് ആണ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ട് പ്രസന്റേഷൻ. ആ അക്കൗണ്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അതിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് ആനുവൽ അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി ആർ പ്രസന്റഡ് അറ്റ് ദിസ് മീറ്റിംഗ്. The dividend are declared at the meeting. അതുപോലെ ആ വർഷം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് കിട്ടുമെന്ന് ആ മീറ്റിങ്ങിന് പോയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. The auditors of the company retire at this meeting and their appointments are made in the meeting. ഓഡിറ്റേഴ്സ് റിട്ടയർ ചെയ്യും, പുതിയ ആൾക്കാരെ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. The directors retire at this meeting and appointment in their place are also made at this meeting. പുതിയ ഓൾറെഡി ഉള്ള ഡയറക്ടേഴ്സ് വല്ലതും റിട്ടയർ ആവാണ്ടെങ്കിൽ അവരുടെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ അവിടെ നടത്തും. അതുപോലെ പുതിയ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് ഇമ്പോർട്ടൻസ് ആയിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുക. ഓരോ മെമ്പറിനും കമ്പനിയെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിഞ്ഞൊരു വർഷം എൻ്റെ കമ്പനിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിൽ ആ കമ്പനിയുടെ മാനേജ്മെന്റിൽ എന്തെങ്കിലും ഡിസൊപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനുമുള്ള ഒരു വേദിയാണ് എന്ന് പറയുന്നത് ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പവർ ഓഫ് ട്രിബ്യൂണൽ. ഈ ആനുവൽ ജനറൽ മീറ്റിംഗിൽ ട്രിബ്യൂണലിൻ്റെ പവർ എന്താണെന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇഫ് എനി ഡിഫോൾട്ട് ഈസ് മെയ്ഡ് ഇൻ ഹോൾഡിംഗ് ദ മീറ്റിംഗ്, the tribunal may, on the application of any member, order the calling of the meeting or it may issue directives for calling the meeting. അതായത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ഒരു കമ്പനിയിലെ ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടിയില്ല എന്ന് വിചാരിക്കാം. എസ് എ മെമ്പർ എനിക്ക് ആർക്ക് കംപ്ലൈന്റ് കൊടുക്കാം? ട്രിബ്യൂണലിന് കംപ്ലൈന്റ് കൊടുക്കാം. അങ്ങനെ ഒരു കംപ്ലൈന്റ് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ട്രിബ്യൂണൽ നേരിട്ടിട്ട് തന്നെ ഒരു AGM കോൾ ഫോർ ചെയ്യും. അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഡയറക്ടേഴ്സിനോട് പറയും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നൊരു ഇൻസ്ട്രക്ഷൻ അവർക്ക് കൊടുക്കും. ഓക്കെ, അതാണ് ട്രിബ്യൂണലിൻ്റെ പവർ. എപ്പോൾ വേണമെങ്കിലും ഒരു ട്രിബ്യൂണലിനെ AGM ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഓൺ ദി അപ്ലിക്കേഷൻ ഓഫ് എനി മെമ്പർ. ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം? ട്രിബ്യൂണലിൽ വന്നിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കണം. ഞാൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഈ കമ്പനിയിൽ ഇതുവരെയായിട്ടും ആനുവൽ ജനറൽ മീറ്റിംഗ് ഹോൾഡ് ചെയ്യാനുള്ള സമയമൊക്കെയായി അവർ ഇതുവരെയായിട്ടും മീറ്റിംഗ് നടത്തിയിട്ടില്ല എന്നൊരു കംപ്ലൈൻറ്റ് ട്രിബ്യൂണലിൽ കൊടുത്താൽ എന്ത് ചെയ്യും? ട്രിബ്യൂണൽ ചിലപ്പോൾ അവർ നേരിട്ടിട്ടോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് വഴിക്കോ ഒരു AGM കൺവീൻ ചെയ്യും. ഓക്കെ, the tribunal may direct that one member or his proxy deemed to constitute the meeting. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എക്സംഷൻ പഠിച്ചിരുന്നു.
ഒരാൾ മാത്രമായാലും വാലിഡ് ആവുമെന്നുള്ള ഒരു എക്സംഷൻ പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് ട്രിബ്യൂണൽ നേരിട്ടിട്ട് നടത്തുന്ന ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് അണ്ടർ സെക്ഷൻ നമ്മൾ അന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു 47 എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സെക്ഷൻ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മീറ്റിംഗ് കൺവീൻ ചെയ്യണമെന്ന് വെച്ചാൽ അത് അവിടെ ഒരാൾ മാത്രമായാലും കുഴപ്പമില്ല, നമുക്ക് മീറ്റിംഗ് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. A meeting called by the order of the tribunal shall be deemed to be an annual general meeting of the company. ആ ട്രിബ്യൂണൽ നടത്തിയ AGM ആയാലും അത് കമ്പനിയുടെ AGM ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. പിന്നെ വീണ്ടും ആ കമ്പനി വേറൊരു ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി സമയത്ത് മീറ്റിംഗ് കൂടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ കംപ്ലൈൻറ്റ് കൊടുത്താൽ ആര് നടത്തും? ട്രിബ്യൂണൽ നടത്തും. ഒന്നില്ലെങ്കിൽ അവർ നേരിട്ടിട്ട് നടത്തും, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഡയറക്ടേഴ്സിനോട് നടത്തണം എന്നൊരു ഇൻസ്ട്രക്ഷൻ ട്രിബ്യൂണൽ കൊടുക്കും. ആ കേസിൽ മിനിമം ഒരാളെങ്കിലും മതി മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ട്, ക്വാറം തികയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ ഒരു മീറ്റിംഗ് ട്രിബ്യൂണലിൻ്റെ കെയർ ഓഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കമ്പനിയിൽ വീണ്ടും വേറൊരു ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തേണ്ട ആവശ്യമില്ല. അത് കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് കോൺസിക്വൻസസ്. എന്തെല്ലാം കോൺസിക്വൻസസ് ആണ് ഇങ്ങനെ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തിയില്ലെങ്കിൽ എന്തെല്ലാം കോൺസിക്വൻസസ് നമുക്ക് വരും നോക്കാം. If the annual general meeting is not held in the company, the officer in default shall be punishable with a fine up to ₹1 lakh. ഏത് കമ്പനിയിൽ സമയത്ത് ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ ആർക്കാണോ അതിനുള്ള ചാർജ് ആൾ എത്ര രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും? 1,00,000 രൂപ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. If the default continues, a further fine up to ₹5,000 for every day after the first day of defaulting during which the default continues. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഒരു ഡിഫോൾട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാണ്, നമ്മളത് തിരുത്താനായിട്ട് ഒന്നും ചെയ്യണില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ദിവസത്തേക്ക് 5,000 rupees വെച്ചിട്ട് എന്ന് തൊട്ട് നമ്മളിപ്പോൾ സപ്പോസ് നമ്മുടെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 1-ാം തീയതിയാണ്. ജനുവരി 1-ാം തീയതിയാണ് നമ്മൾ ശരിക്കും മീറ്റിംഗ് നടത്തേണ്ടത്. അന്ന് തൊട്ട് ഇന്നിപ്പോൾ എത്രാം തീയതി? ഏപ്രിൽ 13-ാം തീയതി. ഏപ്രിൽ 13-ാം തീയതി വരെയുള്ള എല്ലാ ദിവസവും 5,000 രൂപ വെച്ച് നമ്മൾ ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആദ്യം തുടക്കത്തിൽ ഒരു വാണിംഗ് കൊടുക്കും, അപ്പോൾ 1,00,000 രൂപ അടച്ചാൽ മതിയാവും. പിന്നെ വാണിംഗ് കൊടുത്തിട്ട് നമ്മളിത് കണ്ടിന്യൂ ചെയ്യാണ്, അത് റെക്ടിഫൈ ചെയ്യാനായിട്ടൊരു മീറ്റിംഗ് കൂടാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്ന് തൊട്ടാണോ നമ്മൾ വീഴ്ച വരുന്നത്? വാണിംഗ് കൊടുത്ത ഡേറ്റ് തൊട്ടല്ലേ? എന്ന് തൊട്ടാണോ നമ്മൾ വീഴ്ച വരുത്തിയത് അന്ന് തൊട്ട് ഒരു ദിവസത്തേക്ക് 5,000 rupees വെച്ചിട്ട് പെനാൽറ്റി ചാർജ് ചെയ്യും. ഓക്കെ, there is also a penalty if the meeting is not held in accordance with the directions of the tribunal. അതുപോലെ നമ്മൾ നിയമപരമായിട്ടല്ല, ട്രിബ്യൂണലിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരമല്ല, അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിലുള്ള പ്രൊവിഷൻ പ്രകാരമല്ല നമ്മൾ മീറ്റിംഗ് നടത്തണമെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് പെനാൽറ്റി ചാർജ് ചെയ്യും. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് വേണം? ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അത് വൈകിട്ട് ചെയ്തിട്ടാണ് നമ്മൾ മീറ്റിംഗ് കൺവീൻ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് പെനാൽറ്റി വരും. അപ്പോൾ സമയത്തിന് നടത്തുന്നത് പ്രൊവിഷൻസ് പ്രകാരം കൃത്യമായിട്ട് നിയമപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള മീറ്റിംഗ് നടത്താം, അല്ലെങ്കിൽ നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. അതാണ് ഇതിൻ്റെ കോൺസിക്വൻസസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആനുവൽ ജനറൽ മീറ്റിംഗ് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ മീനിങ്ങും പ്രൊവിഷൻസും ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് പഠിച്ചു. അതുപോലെ ട്രിബ്യൂണലിൻ്റെ റോള് പഠിച്ചു. വരുന്ന 2 ബിസിനസ്, ജനറൽ ബിസിനസ്സും ഉണ്ട്, സ്പെഷ്യൽ ബിസിനസ്സും ഉണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതോടുകൂടി മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സിലത്തെ 1ാമത്തെ ടൈപ്പ് ഓഫ് മീറ്റിംഗ് കഴിഞ്ഞു. ദാറ്റ് ഈസ് AGM. അങ്ങനെയും ഷോർട്ടായിട്ട് പറയാറുണ്ട് കേട്ടോ, ആനുവൽ ജനറൽ മീറ്റിംഗ്. ഓക്കെ, the second one is extraordinary general meeting. 2ാമത്തെ മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സ് ആണ് extraordinary general meeting. All general meeting other than the annual general meeting shall be called extraordinary general meeting. മീനിങ് പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ നേരത്തെ പഠിച്ച ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലാത്ത എല്ലാ മീറ്റിങ്ങിനും വിളിക്കുന്ന പേരാണ് extraordinary general meeting. All general meetings other than the annual general meeting shall be called extraordinary general meeting. This meeting is called for dealing with some urgent business which cannot be postponed till the date of annual general meeting. ഈ മീറ്റിംഗ് എന്താ പോകണമെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനം എടുക്കേണ്ട എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മുടെ കമ്പനിയിൽ വന്നു.
അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ തീരുമാനം എടുക്കണം. അടുത്ത ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടുന്നത് വരെ അത് വിത്ത്ഹെൽഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കൂടുന്നതായിട്ട് വരും. നമ്മൾ നേരത്തെ പഠിച്ചു ആനുവൽ ജനറൽ മീറ്റിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സപ്പോസ് ഇപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഒരു മീറ്റിംഗ് ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തി, കഴിഞ്ഞ മാർച്ച് 31 ഒരു മീറ്റിംഗ് നടത്തിയതാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു ഇഷ്യൂ വന്നത്. നമുക്ക് എന്തായാലും ഒരു മീറ്റിംഗ് കൂടാണ്ട് അതിനൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് കൂട്ടാനായിട്ട് പറ്റില്ല? വിളിച്ചു കൂട്ടാൻ പറ്റില്ല. ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാനായിട്ട് പറ്റില്ല. ആ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നമ്മൾ കൺവീൻ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് പറയുന്നത്, ദിസ് മീറ്റിംഗ് ഈസ് കോൾഡ് ഫോർ ഡീലിംഗ് വിത്ത് സം അർജന്റ് ബിസിനസ് വിച്ച് കനോട്ട് ബി പോസ്റ്റ്പോൺ ടിൽ ദ നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. എന്നാൽ ശരി, ഇപ്പം ഉണ്ടായ ഒരു ഇഷ്യൂ ഉണ്ടായി, അവിടെ നിൽക്കട്ടെ. ആ ഇഷ്യൂ നമുക്ക് അടുത്ത ജനറൽ മീറ്റിംഗ് ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടുമ്പോൾ അപ്പം ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റാത്തൊരു കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനായിട്ടൊരു സ്പെഷ്യൽ മീറ്റിംഗ് കൂടാണ്. അതിന് വിളിക്കുന്ന പേരാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. All business of the extraordinary general meeting are deemed to be a special business. നമ്മൾ നേരത്തെ രണ്ട് ടൈപ്പ് ഓഫ് ബിസിനസ് പഠിച്ചു, ജനറൽ ബിസിനസ്സും സ്പെഷ്യൽ ബിസിനസ്സും. ഇങ്ങനെ നമ്മുടെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആണ് കൂടണമെന്ന് വെച്ചാൽ അതിലെല്ലാം എന്താണ്? സ്പെഷ്യലാണ്. അവിടെ എന്തില്ല? ജനറൽ ബിസിനസ് ഇല്ല, എല്ലാം സ്പെഷ്യൽ ബിസിനസ് ആണ്. All the business of an extraordinary general meeting are deemed to be സ്പെഷ്യൽ ബിസിനസ്. കാരണം അത് സ്പെഷ്യലാണ്. കോമൺ ആയിട്ട് റെഗുലർ ആയിട്ട് വരുന്ന ഒരു കേസിന് വേണ്ടിയിട്ടല്ല നമ്മളൊരു മീറ്റിംഗ് കൂടിയേക്കുന്നത്. ഒരു സ്പെഷ്യൽ കേസ് വന്നപ്പോൾ, ഒരു സ്പെഷ്യൽ പ്രോബ്ലം വന്നപ്പോഴാണ് നമ്മൾ ആ മീറ്റിംഗ് കൂടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും? സ്പെഷ്യൽ ബിസിനസ് ആയിരിക്കും. It can be held at any time according to the discretion of the directors and in accordance with the terms and conditions of the articles of association. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡയറക്ടർ എപ്പോൾ തീരുമാനിക്കുന്നു എപ്പോൾ വേണമെങ്കിലും ഈ മീറ്റിംഗ് കൂടാം. അതുപോലെ പ്രൊവിഷൻസ് ഓഫ് ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഡയറക്ടർക്ക് സൗകര്യപ്രദമായിട്ടൊരു ദിവസം നമുക്ക് ഈ മീറ്റിംഗ് കൂടാനായിട്ട് പറ്റും. ഇറ്റ് മേ ബി ഹെൽഡ് ഈവൺ ഓൺ ഹോളിഡേ. ഹോളിഡേയിൽ വേണമെങ്കിൽ നമ്മൾ നേരത്തെ AGM പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോളിഡേ ദിവസം പറ്റില്ല, ബിസിനസ് അവേഴ്സിൽ തന്നെ നടത്തണം എന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരു മുടക്കുള്ള ദിവസം വേണമെങ്കിലും നമുക്ക് ഈ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നടത്താനായിട്ട് പറ്റും. ഓക്കെ, ദിസ് മീറ്റിംഗ് ക്യാൻ ബി കൺവീൻ. ഇതാർക്കൊക്കെയാണ് ഇങ്ങനത്തെ മീറ്റിംഗ് കൺവീൻ ചെയ്യാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് അടുത്ത സ്ലൈഡിലുണ്ട്. ആർക്കൊക്കെയാണ് ഇതുപോലത്തെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കോൾ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളതെന്ന്. അതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങിൻ്റെ മീനിങ് ആണ് ഡിസ്കസ് ചെയ്തത്. ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലാത്ത ബാക്കി ഏതൊരു മീറ്റിങ്ങിനും വിളിക്കുന്ന പേരാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയിൽ വളരെ എമർജൻസി ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനം എടുക്കേണ്ട എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അപ്പം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൂടേണ്ട ഒരു മീറ്റിംഗ് ആണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഒരു ഡയറക്ടർക്ക് ആളുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ പ്രൊവിഷൻസ് ഫോളോ ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും നടത്താം. ഈവൻ ഒരു ഹോളിഡേയിൽ വേണമെങ്കിലും നമുക്ക് ഈ മീറ്റിംഗ് നടത്താനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാനുള്ളത് ആർക്കൊക്കെയാണ് ഇതുപോലത്തെ ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കൊക്കെയാണ് റൈറ്റ് ഉള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് കൺവീൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദിസ് മീറ്റിംഗ് മേ ബി കോൾഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വെനെവർ ഇറ്റ് തിങ്സ് ഫിറ്റ് ടു കോൾ ദ മീറ്റിംഗ്. അവർക്ക് തോന്നുകയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടണമെന്ന് അവർക്ക് തോന്നിയാൽ അവർക്ക് ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് കൂടാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. This meeting may be also called by the director if the quorum of the board of directors is not complete due to the directors being not within the India at the time when the calling of this meeting becomes necessary. ഇനി അങ്ങനെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് കൂടി ആ സമയത്ത് അവർക്ക് കോറം തികയ്ക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ എമർജൻസി ആയിട്ടൊരു തീരുമാനം എടുക്കാൻ വേണ്ടി കൂടിയ ഒരു മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മെമ്പേഴ്സിൽ ഡയറക്ടേഴ്സിൽ കുറച്ച് പേരൊന്നും നാട്ടിലില്ലാത്തൊരവസ്ഥയാണെങ്കിലും നമുക്കുള്ളവരെ വെച്ചിട്ട് ആ മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. കാരണം അത് അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇമ്മീഡിയറ്റ് തീരുമാനം എടുക്കണം. അവരിപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യ ആണെങ്കിൽ അവർ തിരിച്ചു വരണവരൊന്നും വെയിറ്റ് ചെയ്യാനുള്ള സമയം ഇല്ല. അതാണ് പറയുന്നത്. ദിസ് മീറ്റിംഗ് മേ ഓൾസോ ബി കോൾഡ് ബൈ ദ ഡയറക്ടർ ഇഫ് ദ കോറം ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടർ ഈസ് നോട്ട് കംപ്ലീറ്റ്. കോറം തികയ്ക്കാൻ പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യാം? മീറ്റിംഗ് കൂടാനായിട്ട് ഉള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ
person who is responsible or who has the power to call for an extraordinary general meeting. ഒന്നാമത്തെ ആരാണ്? ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടർ. ബോർഡ് ഓഫ് ഡയറക്ടർക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ട് ഉള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ. Second one is by the director on requisition of members. മെമ്പേഴ്സിന്റെ ആവശ്യപ്രകാരം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മീറ്റിംഗ് കൂടാനായിട്ട് പറ്റും. ആദ്യത്തെ കേസിൽ എന്താണ്? ഡയറക്ടേഴ്സിൽ തന്നെ തോന്നിയിട്ട് സ്വയമായിട്ട് ഒരു കംപ്ലൈന്റും ഒരു അപ്ലിക്കേഷനും ഒന്നും കിട്ടിയിട്ടല്ല, അവർക്ക് സ്വയമായി തോന്നിയിട്ട് അവർ കൺവീൻ ചെയ്തതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മെമ്പറുടെ കയ്യിൽ നിന്നും ഒരു അപ്ലിക്കേഷൻ ഫോം കിട്ടിയത് കൊണ്ട്, ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ റിക്വസ്റ്റ് കിട്ടിയത് കൊണ്ട് ഡയറക്ടേഴ്സ് വേണമെങ്കിൽ എന്ത് കൂടും? ഇതുപോലത്തെ ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യും. അതാണ് പറയുന്നത് ബൈ ഡയറക്ടേഴ്സ് ഓൺ ദി റിക്വസിഷൻ ഓഫ് ദി മെമ്പേഴ്സ്. ഓൺ ദി റിക്വസിഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഡയറക്ടേഴ്സ് ആർ ബൗണ്ട് ടു കോൾ ആൻ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ്. അപ്പോൾ ഏതെങ്കിലും ഒരു മെമ്പർ പറയുകയാണെങ്കിൽ, റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡയറക്ടേഴ്സ് എന്ത് കൂടേണ്ടതായിട്ട് വരും? ഈ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കൂടുന്നതായിട്ട് വരും. ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദിസ് മീറ്റിംഗ് ആർ. ഇനി അതിന് റിലേറ്റഡ് പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് അടുത്ത സ്ലൈഡിലാണുള്ളത്. ഫസ്റ്റ് പ്രൊവിഷൻ ഈസ് the requisition must be made by such a number of members who hold at least 1/10 of the paid up capital of the company and have the right to vote at the meeting on the matter. അതായത് ഈ റിക്വസ്റ്റ് ആര് തന്നിരിക്കണം? ആ കമ്പനിയിലത്തെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ 1/10 ഹോൾഡ് ചെയ്യുന്ന നമ്പർ ഓഫ് മെമ്പേഴ്സ് ഈ റിക്വസ്റ്റ് തന്നിരിക്കണം. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു കമ്പനിയിൽ 10 ലക്ഷം രൂപയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വെക്കാം. അറ്റ്ലീസ്റ്റ് 1 ലക്ഷം രൂപ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് റിക്വസ്റ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇതുപോലത്തെ ഒരു മീറ്റിംഗ് കൂടാനായിട്ട് പാടുള്ളൂ. ദ റിക്വസിഷൻ മസ്റ്റ് ബി മെയ്ഡ് ബൈ സച്ച് നമ്പർ ഓഫ് മെമ്പേഴ്സ് who hold at least 1/10 of the paid up capital of the company. ആ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ 1/10 ഹോൾഡ് ചെയ്യുന്ന നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു റിക്വസ്റ്റ് കിട്ടിയാൽ മാത്രമേ ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. ആൻഡ് ഹാവ് ദ റൈറ്റ് ടു വോട്ട് അറ്റ് ദ മീറ്റിംഗ് ഓൺ ദ മാറ്റർ. അതുപോലെ ഈ ആൾക്കാർക്ക് എന്ത് വേണം? മീറ്റിംഗിൽ വന്നിട്ട് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ള മെമ്പേഴ്സും കൂടി ആയിരിക്കണം. അപ്പോൾ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ 1/10 ഹോൾഡ് ചെയ്തിരിക്കണം. രണ്ടാമത് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കണം. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന റിക്വസ്റ്റിന് മാത്രമേ നമ്മൾ പരിഗണിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഒന്നാമത്തത്. രണ്ടാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് the requisition list must set out the matter for which the meeting is to be called and it must signed by the requisition list. ഈ റിക്വസ്റ്റ് പറയുന്ന റിക്വസ്റ്റിൽ കൃത്യമായിട്ട് എന്താണ് മാറ്റർ എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഫോർ വാട്ട് പേർപ്പസ് വി ആർ ഗോയിങ് ടു കൺവീൻ ആൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ മീറ്റിംഗ് കൂടുന്നത്. ആ പ്രോബ്ലം എന്താണ് കൃത്യമായിട്ട് ആ റിക്വസ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കും വേണം. ഈ കംപ്ലൈൻറ്റ് കൊടുത്ത ആൾ അതിൽ സൈൻ ചെയ്തിരിക്കും വേണം. അതാണ് രണ്ടാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു എനിക്ക് മീറ്റിംഗ് കൂടണം എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാൻ പോരാ. എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് കൂടുന്നതെന്ന് അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും വേണം. ആ ആളതിൽ ഒപ്പിട്ടിരിക്കണം. അതാണ് രണ്ടാമത്തെ പ്രൊവിഷൻ. നെക്സ്റ്റ് വൺ, ദ റിക്വസിഷൻ മസ്റ്റ് ബി ഗിവൺ ടു ദി രജിസ്റ്റേർഡ് ഓഫീസ്. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ തന്നെ വന്നിട്ട് ആ റിക്വസ്റ്റ് കൊടുത്തിരിക്കണം. അതിൻ്റെ ബ്രാഞ്ചിൽ സബ്സിഡറി കമ്പനിയിലൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. എവിടെ തന്നെ കൊടുക്കണം? നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ തന്നെ കൊടുത്തിരിക്കണം. On receipt of a valid requisition, the directors must move to call a meeting within 21 days and the meeting must actually held within 45 days from the date of receipt of such requisition. അങ്ങനെ ഈ പ്രൊവിഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം? 21 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഫർദർ സ്റ്റെപ്സ് അണ്ടർടേക്കൺ ചെയ്യും വേണം. 45 ദിവസത്തിനുള്ള അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തിയിരിക്കും വേണം. ഓക്കെ, 21 ദിവസത്തിനുള്ളിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങണം. അങ്ങനെ ഒരു മീറ്റിംഗ് നടത്താനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. 45 ദിവസത്തിനുള്ള മീറ്റിംഗ് നടത്തിയിരിക്കും വേണം. അത് ഒരു റെസ്ട്രിക്ഷനാണ്. Only such matters specified in the requisition can be taken up at the meeting. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ റിക്വസ്റ്റിൽ എന്ത് കാര്യമാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ മാത്രമേ അതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. വേറൊരു കാര്യം അതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട്
പാടില്ല. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത് അറ്റ് ദി റിക്വസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് പ്രകാരമാണെങ്കിൽ, ഡയറക്ടേഴ്സിന് ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ റിക്വസ്റ്റ് കിട്ടിയിട്ട് അതിൻ്റെ ബേസിലാണ് നമ്മൾ മീറ്റിംഗ് നടത്തുന്നതെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്നത്, അതാണ് ഈ മീറ്റിംഗ് പറയുന്നത്. അതിൻ്റെ പ്രൊവിഷൻസ് ആണ് ഇവിടെ പറഞ്ഞത്. പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 1/10 പെയ്ഡ് ക്യാപിറ്റലുള്ള മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റിക്വസ്റ്റ് കിട്ടും വേണം. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവണം. അതിൽ കൃത്യമായിട്ട് എന്താണ് മാറ്റർ എന്ന് കൃത്യമായിട്ട് റിക്വസ്റ്റിൽ എഴുതിയിരിക്കും വേണം. ആളെ ഒപ്പിടും വേണം. രജിസ്റ്റേർഡ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം. ആ മീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ, ആ കാര്യം മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇങ്ങനെ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ 21 ഡേയ്സിനുള്ളിൽ അതിനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും വേണം. 45 ഡേയ്സിനുള്ളിൽ അങ്ങനെ മീറ്റിംഗ് നടത്തിയിരിക്കും വേണം. ഓക്കെ, തേർഡ് വൺ ഈസ് ബൈ ദി ട്രിബ്യൂണൽ. ട്രിബ്യൂണലാണ് ഇനി അടുത്തതുള്ളത്. Sometimes company is not able to call a meeting other than the annual general meeting. അപ്പോൾ ചില സമയത്ത് ചില കമ്പനികൾക്ക് ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലാണ്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഒന്നും നടത്താൻ പറ്റാത്തൊരവസ്ഥ, ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. In such cases, the tribunal is empowered to call, hold and conduct the meeting on the application of any director or member of the company who would be entitled to vote at the meeting. അപ്പോൾ അങ്ങനെ ചില കമ്പനികൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ സമയത്ത് ആർക്ക് കൺവീൻ ചെയ്യാം? ട്രിബ്യൂണലിന് വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഒക്കെ കൺവീൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ആ കമ്പനിയുടെ ഡയറക്ടറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മെമ്പറുടെ കയ്യിൽ നിന്നോ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കിട്ടണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർക്ക് വോട്ടിംഗ് റൈറ്റ് ഉള്ള ഏതെങ്കിലും ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു മെമ്പറോ ആയിരിക്കണമെന്ന് മാത്രമുള്ളൂ. ഓക്കെ, അപ്പോൾ കമ്പനികൾക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ടുള്ളൊരു അവസ്ഥയില്ലെങ്കിൽ ട്രിബ്യൂണൽക്ക് വേണമെങ്കിൽ നടത്താം. അത് വോട്ടിംഗ് റൈറ്റ് ഉള്ള ഏതെങ്കിലും ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പറോ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ട്രിബ്യൂണൽ അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തിക്കോളും. ദ ട്രിബ്യൂണൽ ക്യാൻ ഗീവ് ഡയറക്ഷൻസ് ഫോർ ദി കണ്ടക്ട് ഓഫ് ദി ബിസിനസ്. ആ ട്രിബ്യൂണലിൽ പിന്നെ ആ മീറ്റിംഗ് നടത്തേണ്ട കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്ത് ഇൻസ്ട്രക്ഷനും ഡയറക്ഷനും ഒക്കെ നടത്തി കൊടുത്ത് പ്രോപ്പറായിട്ട് അവർ ആ മീറ്റിംഗ് നടത്തിക്കൊള്ളും. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തെ person who has the right to convene an extraordinary general meeting, അതാണ് ട്രിബ്യൂണൽ. അപ്പോൾ 3 ആൾക്കാരെ പഠിച്ചു. ഒന്ന് ഡയറക്ടേഴ്സിന് വേണമെങ്കിൽ സ്വയമായിട്ട് നടത്താം, അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഡയറക്ടേഴ്സിന് നടത്താം, അല്ലെങ്കിൽ ട്രിബ്യൂണലിൽ നടത്താം. ഇനി ഒരെണ്ണം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.